എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായി നമ്മൾ മലയാളികളെ ഞെട്ടിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന പദ്ധതിക്ക്, അതായത് ജോർജ് സോറോസിൻ്റെ പദ്ധതിക്ക് കേരളത്തിലും ഭാഗഭാക്കായിട്ടുള്ള ഒരു പ്രമുഖ സ്ഥാപനം ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം. ആ സ്ഥാപനം എന്ന് പറയാൻ മറ്റൊരു സ്ഥാപനമല്ല, മലയാള മനോരമ എന്ന് പറയുന്ന പത്രസ്ഥാപനം ഭാരതത്തിനെ തകർക്കുക എന്നുള്ള സോറോസിൻ്റെ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതിനായി കോടിക്കണക്കിന് രൂപ സോറോസിൻ്റെ ഫണ്ട് വാങ്ങി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ പേരാണ് ഈ മനോരമയുടെ വന്നിരിക്കുന്നത്. മനോരമയുടെ ജയന്ത് മാമൻ മാത്യു, റീത്ത കപൂർ, ശേഖർ ഗുപ്ത, പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പേര് ജയന്ത് മാമൻ മാത്യുവിൻ്റേതാണ്. ആദ്യം ഇത് വിക്കിലീക്സ് വന്നു, അതിനുശേഷം ദേശീയ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നു ഈ ഞെട്ടിക്കുന്ന വിവരം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ കൊച്ചു കേരളം, വിശാലമായ ഭാരതഭൂമിയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. എത്രമാത്രം ഭാരതത്തിനെ തകർക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിന് ഈ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും ജോർജ് സോറോസ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇതിനകത്തിൽ ഈ മനോരമയും ഭാഗഭാക്കായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല, നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും മലയാളികളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, CPM-ൻ്റെ നേതാവായിട്ടുള്ള ഒരു വിജു കൃഷ്ണൻ, പുള്ളി CPM-ൻ്റെ കർഷക സംഘടനയുടെ നേതാവാണ്. അദ്ദേഹമായിരുന്നു ഇന്ത്യയിൽ കർഷക സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ പഞ്ചാബ് തൊട്ട് ഇങ്ങനെ തമിഴ്നാട് വരെയുള്ള കർഷകരെ സംഘടിപ്പിച്ച് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, ഇന്ത്യയെ വികസനത്തിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയുള്ള കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു CPM-ൻ്റെ നയം തന്നെയാണ് വിജു കൃഷ്ണൻ നടപ്പാക്കിയത്. അതിൽ നമുക്ക് വിജു കൃഷ്ണനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അയാളുടെ പോളിസി അയാളുടെ പാർട്ടിയുടെ പോളിസി ഏതായതുകൊണ്ട് അവരത് ചെയ്യുന്നു, അതിനവർ പ്രവർത്തിക്കുന്നു. പക്ഷേ മനോരമ എന്ന ഒരു പ്രസ്ഥാനം, നമ്മൾ പലരും, നല്ലൊരു ശതമാനം ആൾക്കാരും അതിനെ മനോരമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ തന്നെ എൻ്റെ ഓർമ്മ ഉള്ള കാലം മുതലും മാതൃഭൂമി പത്രമായിരുന്നു എൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്നത്. അത് മാതൃഭൂമി എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടുകൊണ്ടിരുന്ന പത്രം മാതൃഭൂമി. പക്ഷേ ആ മാതൃഭൂമി മീശ എന്നുള്ള ഒരു നോവലിലൂടെ ഹിന്ദു സമൂഹത്തിനെ അപമാനിച്ചപ്പോൾ ഞാൻ ആ പത്രം നിർത്തിയിട്ട് മനോരമ പത്രമാണ് എൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം നമുക്ക് ഒരു വിശ്വാസം അല്ലെ ഒരു സ്നേഹം തോന്നിയിരുന്ന ഒരു പത്രം. ഇപ്പോഴും മാതൃഭൂമിയോടാണ് എനിക്ക് സ്നേഹമെങ്കിലും, എൻ്റെ വൈകാരികമായ അടുപ്പം എങ്കിലും, ഹിന്ദു സമൂഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു നോവൽ എഴുതിയ ആളിനെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു വിരോധം കാരണം ഞാൻ മാതൃഭൂമി വരുത്തുന്നില്ല എന്നുള്ളത്, വരിക്കാരൻ എന്നുള്ളതിൽ നിന്ന് പിന്മാറി എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും ആ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചത് മലയാള മനോരമ എന്ന പത്രത്തിനെയാണ്.
മലയാളത്തിൻ്റെ പത്രമുത്തശ്ശി എന്നൊക്കെ ഇവർ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ദീപിക കഴിഞ്ഞാൽ 100 വർഷത്തിലേറെ പ്രായമായ പഴക്കമുള്ള ഒരു പത്രം അതാണ്. അവർ ഇത്തരം അവർക്ക് വർഗീയമായിട്ടുള്ള ഇത് അവർ നടത്തുന്നുണ്ടെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാം. ക്രൈസ്തവ സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ പത്രമാണ്. അവർ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പരിഗണന സമുദായത്തിന് കൊടുക്കും എന്നുള്ളത് നമുക്കറിയാമെങ്കിലും അവരിങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ മിക്ക വായനക്കാരും, മനോരമയുടെ വായനക്കാരും. പക്ഷേ സത്യം ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ നമ്മളെല്ലാം ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. പിന്നെ നമുക്കറിയാം, എത്ര ഇതാണേലും ഇവരെത്ര ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാലും അവർക്ക് തന്നെ അറിയാം ഇതിൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം സർക്കാർ കേസെടുത്തു വന്നിരിക്കട്ടെ, അവർ പത്രത്തിനെതിരെ നടപടിയെടുത്താൽ തീർച്ചയായിട്ടും അവർ സുപ്രീം കോടതിയിൽ പോവും, ഹൈക്കോടതിയിൽ പോവും, അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോവും. ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ട് എന്തെങ്കിലും വിധി ഉണ്ടായാൽ പോലും സുപ്രീം കോടതിയുണ്ട്. സുപ്രീം കോടതിയിൽ അവർക്ക് അനുകൂലമായിട്ട് വിധി വരുമെന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം അതിനേറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, അതിനേറ്റവും വലിയ ഉദാഹരണമാണ് മീഡിയ വൺ എന്ന ഒരു മാധ്യമ സ്ഥാപനം. അവർ ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ പട്ടാളക്കാരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വാർത്താ പരമ്പര, വ്യാജ വാർത്താ പരമ്പര അവർ പ്രക്ഷേപണം ചെയ്തു. കാശ്മീരിൽ ജനങ്ങളെ ഇന്ത്യൻ പട്ടാളം കൂട്ടക്കുരുതി ചെയ്യുന്നു, എന്നിട്ട് ഒരുമിച്ച് കൊണ്ട് കുഴിച്ചിടുന്നു. അവരുടെ ശവ കുടീരങ്ങളാണെന്ന് പറഞ്ഞ് ചില സ്ഥലങ്ങൾ വ്യാജമായിട്ട് നിർമ്മിച്ച് കാണിക്കുന്നു. ഇതെല്ലാം വെച്ചിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് വൻ പ്രചരണമാണ് നടത്തിയത്. ഇവരുടെ ഈ മാധ്യമത്തിൽ വന്ന ആ വ്യാജ വീഡിയോ വെച്ച് ഇന്ത്യക്കെതിരായിട്ട് വമ്പൻ പ്രചരണം നടത്തി. ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ ഈ മാധ്യമത്തിൻ്റെ വാർത്ത, ആ വീഡിയോ വെച്ച് അവർ പ്രചരണം നടത്തി. അത് ഇന്ത്യയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അന്ന് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ഗവൺമെൻറ് ഇതിനെ നിരോധിച്ചു. ആ മാധ്യമ സ്ഥാപനം മീഡിയ വൺ കേരള ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സർക്കാർ നടപടിയെ അതിനെ തടഞ്ഞില്ല, അത് ശരിവെച്ചു. പിന്നെ അടുത്ത പടിയായിട്ട് ഇവരെവിടെ പോയി? ഇവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി ഈ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ഈ മാധ്യമ സ്ഥാപനത്തിന് അനുകൂലമായിട്ട് വിധിക്കുകയാണ് ഉണ്ടായത്. അവരെ നിരോധനം എടുത്ത് മാറ്റി. അപ്പോൾ മനോരമയ്ക്കും അറിയാം, അവരെന്ത് രാജ്യത്തിനെ തകർക്കാൻ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അവർക്കെതിരെ സർക്കാർ നടപടിയെടുത്താൽ ഇവിടെ സുപ്രീം കോടതിയിൽ ചെന്നാൽ അവർക്ക് അനുകൂലമായിട്ട് ഉള്ള വിധി വരും എന്നവർ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ധൈര്യപൂർവം മനോരമയും അതേപോലെ മറ്റുള്ള മാധ്യമ സ്ഥാപനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അതിന് സുപ്രീം കോടതിക്ക് പറയാൻ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. ഈ സുപ്രീം കോടതി മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന ഈ സുപ്രീം കോടതി എന്തുകൊണ്ട് പൗരന്മാർക്ക് ഉള്ള സ്വാതന്ത്ര്യത്തിനെ മാനിക്കുന്നില്ല? ഒരു പൗരൻ ഒരു കോടതിയെ വിമർശിച്ചാൽ അതിനെ എന്തുകൊണ്ട് കോടതി അത് അംഗീകരിക്കുന്നില്ല? അപ്പോൾ ഉടനെ കോടതി അലക്ഷ്യം എന്നുള്ള ഒരു നടപടിയുമായിട്ട് കോടതി എന്തിനും മുന്നോട്ട് പോകുന്നു? ഈ നാട്ടിലെ പൗരനും ഇല്ലേ സ്വാതന്ത്ര്യമുണ്ടല്ലോ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാധ്യമ സ്ഥാപനമായിട്ട് ഏതാണെന്നുണ്ടെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് അവർക്ക് ധൈര്യം നൽകുന്നത് ഇതുപോലുള്ള കോടതികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടികളാണ്. അത് മാറണം. കോടതികളും ചിന്തിക്കണം. ഇത്
അവർ ഈ നടപടികൾ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമായി മാറും എന്നുള്ള കാര്യം അവരും ചിന്തിച്ചിട്ട് വേണം ഇതേപോലുള്ള കാര്യങ്ങളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും നടപടികൾ സ്വീകരിക്കാനും. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പണ്ട് ആകാശവാണി ഇതുപോലെ TV-യോ അല്ലെ സമൂഹ മാധ്യമങ്ങളോ അല്ലെ മൊബൈലിലെ ഈ സോഷ്യൽ മീഡിയകളൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എല്ലാവരും ദിവസവും രാവിലെ ഉദയഗീതത്തിൽ തുടങ്ങിയാൽ കേൾക്കുന്നതായിരുന്നു ആകാശവാണി. ആകാശവാണിയിലെ സ്ഥിരം പരസ്യമായിരുന്നു മനോരമയുടെ പരസ്യം. മലയാളിക്കും മനോരമയ്ക്കും ഒരു ഹൃദയം ഒരു മാനസം, മലയാള മനോരമ മലയാള മനോരമ മലയാള മനോരമ എന്നൊരു പരസ്യഗാനം. ഇപ്പോൾ അത് മാറിയിട്ടിപ്പം മാറിയിരിക്കുന്നത് എങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവർ തന്നെ തെളിയിച്ചു. മനോരമയ്ക്കും ജോർജ് സോറോസിനും ഒരു ഹൃദയം ഒരു മാനസം, ഒരേ വികാരം, ഭാരതത്തെ തകർക്കുക ഭാരതത്തെ തകർക്കുക ഭാരതത്തെ തകർക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ കോടതി എന്ത് അനുകൂലമായിട്ട് ഇവർക്കെതിരെ നടപടിയെടുത്താൽ കോടതി അനുകൂലമായിട്ട് അവർക്ക് നിലപാടെടുത്തോട്ടെ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ വിചാരിച്ചാൽ, ഇവർക്ക് മനോരമയ്ക്ക് അവരുടെ രാഷ്ട്രവിരുദ്ധ നടപടികൾക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മളത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.